മഴ. നമ്മൾ മലയാളികൾക്ക് മഴ ഒരു വികാരമാണ്. എന്നാൽ മഴ മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ടോ അത് നമ്മുടെ വീടിൻ്റെ മുൻപിലോ പറമ്പിലോ റോഡിലോ ഒക്കെ ആണെങ്കിൽ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വെള്ളക്കെട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്താവട്ടെ പറമ്പിലാവട്ടെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു വീഡിയോയാണ് ഇന്ന്. റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് എത്തിയിരുന്നു. അപ്പോൾ അത് തടയാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഈ പൈപ്പ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ സിമ്പിൾ ട്രിക്കിൻ്റെ പേരാണ് ഫ്രഞ്ച് ഡ്രെയിൻ. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കുഴി കണ്ടോ? ഈ കുഴി കറക്റ്റ് സ്ലോപ്പ് അനുസരിച്ച് കുഴിച്ച് നമ്മൾ പോകുന്നത് ഈ പൈപ്പ് ഇടാനാണ്. ഇതിനു മുൻപ് വരെ നമ്മൾ ചെയ്തിരുന്നത്, നമ്മുടെ വീട് ഒരു ചെറിയൊരു ഫുഡ് ഫോറസ്റ്റ് ആണ്. നമ്മൾ പെർമാകൾച്ചർ ഡിസൈൻ വഴി ചെയ്തിരിക്കുന്ന ഒരു ഫുഡ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിൽ വെള്ളം വരുന്നത് നമ്മൾ ഒഴുക്കി വിടുന്നത് നമ്മുടെ ഈ കാണുന്ന കുളത്തിലേക്കും അതിൻ്റെ അടുത്തുള്ള തെങ്ങിൻ്റെ ചുവട്ടിലേക്കും ബാക്കി ചെടികളുടെ ചുവട്ടിലേക്കും എല്ലാം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളത്തിൻ്റെ അവസ്ഥ മാറി. കൂടുതൽ വണ്ടികൾ വരാൻ തുടങ്ങി, വെള്ളം മലിനമാവാൻ തുടങ്ങി, കൂടുതൽ ചെളി വരുവാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തേക്കും നമ്മുടെ ചെടികളുടെ ഇടയിലേക്കും നമുക്ക് ഈ വെള്ളത്തിനെ കടത്തിവിടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇത് അണ്ടർഗ്രൗണ്ട് വഴി തന്നെ സ്ലോപ്പ് അനുസരിച്ച് നമ്മൾ ദിശ മാറ്റി കുളത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കും. അതിനാണ് ഈ ഫ്രഞ്ച് ഡ്രെയിൻ നമ്മൾ ചെയ്യുന്നത്. ആദ്യമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. വെള്ളം എപ്പോഴും ഒഴുകി വരുന്നത് കോണ്ടോർ അനുസരിച്ചാണ്, അതായത് സ്ലോപ്പ് അനുസരിച്ചാണ്. അതിൻ്റെ ഡയറക്ഷനും അത് നീങ്ങുന്നതും അത് തങ്ങി നിൽക്കുന്നതുമെല്ലാം നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാണ്. അത് ആദ്യം മനസ്സിലാക്കുക. എവിടെ നിന്നാണോ ആ ജലസ്രോതസ്, നമ്മുടെ ഇവിടുത്തെ പോലെ റോഡിന് ഉയരം കൂടുതലാണെങ്കിൽ വീട്ടിലേക്ക് ഒഴുകി വരുന്നതാണോ, വീടിൻ്റെ മേൽക്കൂരയിൽ നിന്നുള്ള വെള്ളം അധികമായി വരുന്നതാണോ, സ്രോതസ്, ഒഴുക്ക്, ഇവ മനസ്സിലാക്കുക. എങ്ങോട്ട് ഒഴുകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത് അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടാനുള്ള ഒരു മാർഗവും അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഒരുക്കുക. പറയുമ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ പരന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. എത്ര പരന്ന പ്രദേശമാണെങ്കിലും ഒരു നേരിയ സ്ലോപ്പ് ഉണ്ടാവും. നമുക്ക് വാട്ടർ ലെവൽ അനുസരിച്ചോ ഇല്ലെങ്കിൽ കോണ്ടൂർ മാപ്പിംഗ് അനുസരിച്ചോ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. വളരെ ചെറിയ സ്ലോപ്പ് ആണെങ്കിൽ പോലും അതിനനുസരിച്ച് നമ്മുടെ കുഴിയെടുക്കുക. കുഴിയുടെ ആഴം അതനുസരിച്ച് ക്രമീകരിക്കുക. വെള്ളം ഒഴുകിപ്പോവാൻ എങ്ങോട്ടാണോ നമുക്ക് ഒഴുക്കണത് അതനുസരിച്ച് ക്രമീകരിക്കുക. നമ്മളിവിടെ ഡ്രെയിനേജ് പൈപ്പായി ഉപയോഗിച്ചത് കുറേ പഴയ പൈപ്പിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം ഒരുമിച്ച് ഒട്ടിച്ചെടുത്തിട്ടാണ്. ഈ 3 ഇഞ്ച് പൈപ്പിൻ്റെ അടിവശത്തും അരികിലുമായിട്ടാണ് നമുക്ക് തുളകൾ ഇടേണ്ടത്. ആദ്യം ഞാൻ ഉപയോഗിച്ചത് ഒരു 6 mm ഡ്രിൽ ബിറ്റാണ്. പിന്നീട് അതൊരു 10 mm ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചു. പിന്നീട് കുറച്ചുകൂടി വലുതാക്കുകയും ചെയ്തു. ആദ്യമായിട്ടാണ് ഞാനൊരു ഇലക്ട്രിക് ഡ്രിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാൻ മറക്കരുത്. ഇങ്ങനെ തുളകൾ ഇട്ടതിന് ശേഷം തുളകൾ വരുന്ന ഭാഗം അടിയിലും വെള്ളം ഒഴുകി വരുന്ന ഡയറക്ഷനിലുമായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. റോഡിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം നാം ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് ഈ സ്ഥലത്തേക്കാണ്. ഇത് ഞാൻ പണ്ട് ലേ ഔട്ട് ചെയ്ത ഒരു ബ്രിക്ക് പാത്വേ ആണ്. വെള്ളത്തിൻ്റെ ഒഴുക്ക് ക്രമീകരിക്കുവാനും നമ്മുടെ മണ്ണ് അവിടെ സെറ്റ് ആവാനും വേണ്ടിയാണ് ബ്രിക്ക് കൊണ്ടൊരു പാത്വേ ഉണ്ടാക്കിയത്. ഇപ്പോൾ മരങ്ങളെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടുള്ള വെള്ളം ഒഴുക്ക് കുറവാണ്. അപ്പോൾ ഇങ്ങോട്ട് തന്നെ വെള്ളം ഒഴുക്കി വിടാൻ സ്ലോപ്പ് അനുവദിക്കുന്നതിനാൽ ഞാൻ ഈ വാക്ക്വേയുടെ ഒരു ഭാഗം പൊക്കി അതിൻ്റെ അകത്തുകൂടി തന്നെ പൈപ്പ് ഇടാൻ തീരുമാനിച്ചു. നമ്മുടെ ചെടികൾക്കുള്ള ഡ്രിപ്പ് പൈപ്പുകളെല്ലാം ഇതിൻ്റെ അടിയിൽ കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും എടുത്തു മാറ്റി. അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വാക്ക്വേയുടെ ഇഷ്ടികകളൊന്ന് ഇളക്കി മാറ്റുന്നത്. അതിൻ്റെ അടിയിൽ ഒരുപാട് ചെടികളുടെ വേരുകളുണ്ടായിരുന്നു. നമ്മൾ പ്രകൃതി കൃഷിയുടെ ഭാഗമായ പെർമാകൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നതിനാൽ നമ്മുടെ മണ്ണ് വളരെ വളക്കൂറുള്ളതായി മാറിക്കഴിഞ്ഞു. മണ്ണിൻ്റെ ഉപരിതലത്തിൽ തന്നെ ഒരുപാട് വേരുകൾ നമുക്ക് കാണാം. ഒരടി കുഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ശ്രമകരമായ ഒരു പ്രവൃത്തിയായിരുന്നു. 3 ദിവസം എടുത്തു എനിക്ക് ഈ കുഴി ഉണ്ടാക്കുവാനും അതിൻ്റെ ഇടയിലുള്ള വേരുകളെല്ലാം മുറിക്കുവാനും എല്ലാം. വേരുകളെല്ലാം ഞാൻ വെറുതെ മുറിച്ച് വിട്ടേ ഉള്ളൂ, ഒന്നും പറിച്ച് മാറ്റി കളഞ്ഞില്ല. അങ്ങനെ കുഴിയെടുക്കൽ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ പൈപ്പ് വന്നിട്ട് അതിനനുസരിച്ച് വെള്ളം ലെവലാണോ എന്നൊക്കെ ഒന്ന് ഒഴിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ലെവലിൽ കിട്ടി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കുഴിയിൽ അതേ ലെവൽ അനുസരിച്ച് തന്നെ കുഴിയിൽ മെറ്റൽ ഫില്ല് ചെയ്ത് പോകണം.
ബേബി മെറ്റലാണ് നമുക്കിതിന് ഏറ്റവും ഉചിതം. എന്നാൽ അത് കിട്ടാഞ്ഞതിനാൽ താഴെയും മുകളിലും ഇട്ടിരിക്കുന്നത് സാധാരണ മെറ്റലാണ്. ഈ ചെയ്യുന്ന ഫ്രഞ്ച് ഡ്രെയിൻ പൈപ്പോ അല്ലെങ്കിൽ ഓസോ ഇടാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അവസാനം തരുന്നതാണ്. വീഡിയോയുടെ അവസാനം വരെ കാണുക. അങ്ങനെ ഞാനും ലോബിക്കുട്ടനും കൂടി കുഴിയിലെല്ലാം മെറ്റലിടാൻ തുടങ്ങി. ഇനി പൈപ്പിനെ പൊതിഞ്ഞെടുക്കൽ പരിപാടിയാണ്. ബറീറ്റോ റാപ്പ് എന്നതിനെ തമാശയായി പറയാറുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ പൈപ്പിലിട്ടിരിക്കുന്ന ദ്വാരങ്ങളിലൂടെ മണ്ണും ചെളിയും ചവറും ഒന്നും കയറി ആ തുളകൾ ബ്ലോക്കായി നമ്മുടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ബ്ലോക്ക് ആവാതിരിക്കാനാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് തുണി വെച്ചും ചെയ്യാം. നമുക്ക് ഇവിടെ വേസ്റ്റായി കിടന്നിരുന്ന കുറച്ച് ഷീറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാനങ്ങ് ബറീറ്റോ റാപ്പ് അടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ലോബിക്കുട്ടൻ വന്ന് എനിക്ക് സ്കൂട്ടറിൽ പല പല ടൂൾസ് എടുത്തു കൊണ്ടുവരികയും അവൻ്റേതായ ഐഡിയകൾ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇത് രസകരമായ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ വേനൽ മഴയുടെ സമയത്ത് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമായ മഴ പെയ്യാത്തതിനാൽ കുഴി നിറഞ്ഞില്ല. ഇതിന് ശേഷം നമ്മൾ താഴെയും മെറ്റലിട്ടു, മുകളിൽ കുറച്ചുകൂടി ഷീറ്റ് ഇട്ടു, അതിനുശേഷം മെറ്റൽ കൊണ്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒഴുകി വരുന്ന വെള്ളം ഈ മെറ്റലിൽ തന്നെ കുറേ ചവറും ചെളിയും എല്ലാം ഫിൽട്ടർ ആവുകയും ബാക്കിയുള്ള വെള്ളം നമ്മുടെ പൈപ്പിലേക്ക് കയറുകയും താഴെ കുഴിയിലേക്ക് ഇറങ്ങി പൈപ്പിൻ്റെ താഴത്തെ ദ്വാരത്തിലൂടെ മുകളിലേക്ക് പൊങ്ങി അരികിലുള്ള ദ്വാരത്തിലേക്ക് മറ്റുള്ള വെള്ളവും കൂടി വന്നു കഴിയുമ്പോൾ സ്ലോപ്പ് അനുസരിച്ച് നമ്മുടെ വെള്ളം എത്തേണ്ടടുത്ത് എത്തും. ഇതാണ് ഫ്രഞ്ച് ഡ്രെയിനിൻ്റെ പ്രോസസ്സ്. ഇനി ഈ വിദ്യ പൈപ്പ് ഇടാതെ അല്ലെങ്കിൽ ഓസ് ഇടാതെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം തീർച്ചയായും ചെയ്യാൻ പറ്റും. പൈപ്പ് ഓസും ഇടുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചാണ്. വെള്ളത്തിൻ്റെ വ്യാപ്തി കുറവാണെങ്കിൽ കുഴിക്ക് ഇത്രയും ആഴമില്ലാതെ കുറച്ച് ബേബി മെറ്റൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സ്ലോപ്പ് അനുസരിച്ച് കുഴിയെടുത്ത് അതിൽ ബേബി മെറ്റൽ നിറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം എത്തിക്കേണ്ടിടത്തേക്ക് എത്തിക്കാം. ഇനി അഥവാ കുളമില്ലെങ്കിൽ അവിടെ ഒരു സ്റ്റോറേജ് ടാങ്ക്, പഴയ ഏതെങ്കിലും ടാങ്കുകൾ ഉണ്ടെങ്കിൽ 2000 ലിറ്ററിൻ്റെയോ 3000 ലിറ്ററിൻ്റെയോ ടാങ്കുകൾ ഉണ്ടെങ്കിൽ അവ ഒരു ഭൂമിയുടെ അനുപാതം അനുസരിച്ച് കുഴിച്ച് വെക്കുകയോ അതിന് മുൻപ് ഒരു പ്രീ ഫിൽറ്ററും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് നിറഞ്ഞതിന് ശേഷം വരുന്ന വെള്ളം ഓവർഫ്ലോ ചെയ്ത് മറ്റു ടാങ്കുകളുണ്ടെങ്കിൽ ടാങ്കിലേക്ക് പോകും. ഇത് കറക്റ്റായി ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പമ്പും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നനയ്ക്കാനുള്ള കുറച്ച് വെള്ളം മഴക്കാലത്ത് തന്നെ നമുക്ക് ശേഖരിക്കാനാകും. അങ്ങനെ ഫ്രഞ്ച് ഡ്രെയിനിൻ്റെ പരിപാടി കഴിഞ്ഞു. കുറേ നാളത്തെ പ്ലാനിങ്ങും കുറച്ച് ദിവസത്തെ അധ്വാനവും എല്ലാം കഴിഞ്ഞപ്പോൾ ഫ്രഞ്ച് ഡ്രെയിൻ ഓക്കെ. ഇനി ഇതിൻ്റെ വർക്കിംഗ് കാണാൻ വേണ്ടി മഴക്കാലം വരെ ഒന്ന് കാത്തിരുന്നു. അത് അങ്ങനെ തിയററ്റിക്കലിയും പ്രാക്ടിക്കലിയും ഫ്രഞ്ച് ഡ്രെയിൻ കറക്റ്റായി വർക്കിംഗ് ആണ്. റോഡിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം മെറ്റലിൽ തങ്ങി നിൽക്കുകയും ചപ്പുചവറും ചെളിയും എല്ലാം ആ മെറ്റൽ പിടിച്ചെടുക്കുകയും വെള്ളം പയ്യെ താഴേക്ക് ഇറങ്ങി പൈപ്പിൽ കൂടി നമ്മുടെ കുളത്തിൻ്റെ അരികിലേക്ക് എത്തുന്നതുമാണ് നിങ്ങൾക്ക് കാണാവുന്നത്. നമ്മുടെ നാടിൻ്റെ പലയിടത്തും ഇതുപോലെ എളുപ്പത്തിൽ മാറ്റാൻ കഴിയുന്ന വെള്ളക്കെട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആരോട് പറയാൻ, ആര് ചെയ്യാൻ എന്നുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ ലോകം തുടങ്ങുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നാണ്. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറ്റുള്ളവർക്കും ചെയ്യാം. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അറിവ് പങ്കുവയ്ക്കുക. എല്ലാവർക്കും ഒരുമിച്ച് വളരാം, എല്ലാവർക്കും പ്രകൃതിയോടൊപ്പം തന്നെ ജീവിക്കാം.
മഴ എന്നുള്ളത് നമുക്ക് എന്നും ഒരു അനുഗ്രഹവും വികാരവുമായി തന്നെ ഇരിക്കട്ടെ, അതൊരു ഉപദ്രവമായി മാറാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്ക് ടു പെർമകൾച്ചറിന് വേണ്ടി നിഖിൽ ബോസ്. താങ്ക് യു.